വന്യമൃഗശല്യം രൂക്ഷമായതോടുകൂടി നിയമ ഭേദഗതി കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ദേവികുളം MLA A. രാജ നിയമസഭയിൽ ഉന്നയിക്കുന്നു. നേരിടുന്ന ഒരു പ്രദേശമാണ് എന്റെ മണ്ഡലം അടക്കമുള്ള പ്രദേശങ്ങളിൽ. സർ, ഇന്നലെ നമ്മുടെ സംസ്ഥാനത്ത് 2 ജീവനുകളാണ് വന്യമൃഗ ആക്രമണം മൂലം നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഒന്ന് എന്റെ മണ്ഡലത്തിന്റെ തൊട്ടടുത്ത മണ്ഡലത്തിൽ വേലിച്ചാമി എന്ന് പറയുന്ന ആള്, അദ്ദേഹം കർഷകനാണ്. അദ്ദേഹം ജോലിക്ക് പോയിരുന്ന സമയത്താണ് ചക്കക്കൊമ്മൻ എന്ന് പറയുന്ന ഓമന പേരിട്ടിട്ടുള്ള ഒരു ആനയാണ് അദ്ദേഹത്തിനെ ആക്രമിച്ച് ഇന്നലെ കൊലപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ തുടർച്ചയായ വന്യമൃഗ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണ വന്യമൃഗ ആക്രമണം നടന്ന് ഏതെങ്കിലും ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടിയാണ് പ്രതിപക്ഷം ശ്രമിക്കാറുള്ളത്. സാർ, ഇപ്പൊ 1972 കാലഹരണപ്പെട്ട ഒരു നിയമം 2025 ഒരു സംസ്ഥാന സർക്കാർ ഭേദഗതി കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു തീരുമാനമെടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിൽ അഭിപ്രായം പറഞ്ഞ് ഈ നിയമം പാസ്സാക്കേണ്ട ആളുകൾ അവരുടെ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. സാർ, അപ്പോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ തുടർച്ചയായി വന്യമൃഗ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു. സാർ, പുതിയ ആധുനിക സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ എങ്ങനെ തടയിടാൻ കഴിയും? സാർ, എന്റെ മണ്ഡലത്തിൽ ഞാൻ കഴിഞ്ഞ വർഷം മാത്രം AI സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വന്യമൃഗ ആക്രമണം കുറച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി 50 ലക്ഷം രൂപയാണ് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നൽകിയിട്ടുള്ളത്. അത് മാത്രമല്ല സാർ, എന്റെ നാട്ടിലിപ്പോ ആനക്കുളം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. വിദേശികളടക്കം കഴിഞ്ഞ ഒരു 2-3 മാസം മുമ്പ് ഹംഗേറിയൻ പ്രസിഡന്റ് അവിടെ വന്നു. ഈ ആനക്കുളത്ത് ആനയെ കാണാൻ വന്നു. ഒരു ദിവസം 50 മുതൽ 60 ആനകൾ വൈകുന്നേരങ്ങളിൽ ഇറങ്ങി വന്ന് വെള്ളം കുടിച്ചുകൊണ്ട് തിരിച്ചു പോവുകയാണ്. വെള്ളം കുടിക്കാൻ വേണ്ടി മാത്രമാണ് അത് ഇറങ്ങി വരുന്നത്. അപ്പൊ ഈ നാട്ടിന്റെ അകത്ത് ഭക്ഷണം അതുപോലെ വെള്ളമെല്ലാം ഒരുക്കി കൊടുത്താൽ നമുക്കൊരു പരിധിവരെ ഇതിനെ നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയിടാൻ പറ്റും. അത് മാത്രമല്ല സാർ, പുലിയുടെയും കടുവയുടെയും സാന്നിധ്യമെല്ലാം ഈ തോട്ട മേഖലയിൽ നിരന്തരമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് മുമ്പ് സംസാരിച്ച അംഗം പറഞ്ഞ പോലെ നിലവിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ കയ്യിൽ നിന്ന് പെർമിഷൻ വാങ്ങിച്ചുകൊണ്ട് മാത്രമേ നമുക്കൊരു കൂട് പോലും സ്ഥാപിക്കാൻ പറ്റുള്ളൂ. ആദ്യം സാന്നിധ്യം കണ്ടെത്തണം, പിന്നീട് ക്യാമറ സ്ഥാപിക്കണം. അത് ക്യാമറയിൽ അതിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ പിന്നീട് കൂട് വെച്ച് ഇതിനെ പിടിച്ച് മറ്റു സ്ഥലത്തേക്ക് മാറ്റാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ ബുദ്ധിമുട്ട്